പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൗതികമായി ലഭിക്കുന്ന എല്ലാ വസ്തുക്കളെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ അവസ്ഥയാണ്. അതായത് ഒരാളുടെ ശരീരത്തിൽ രോഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടാകുന്നു. രോഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെ അനുഭവമാണ്. അപ്പൊ ആ രോഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊസിഷനായിട്ട് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കടം, സാമ്പത്തികമായിട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്, കടം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള പണത്തെ കടം എന്ന വാക്കുകൊണ്ട് പറയുന്നു. പക്ഷെ കടക്കാരൻ എന്ന് പറഞ്ഞാൽ കടപ്പെട്ടവനായി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം പ്രോസ്പെറിറ്റി എന്താണ്, പ്രൊവിഷൻ എന്താണ്. പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ചിലതാണ് പ്രൊവിഷൻ. ബട്ട് നമ്മളിൽ ഉണ്ടാകുന്ന, നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു മനോഭാവമാണ് പ്രോസ്പെറിറ്റി. നമ്മുടെ ഹാർട്ടിൽ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഐ ആം പ്രോസ്പർ എന്ന് വരുന്ന മനോഭാവം, അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. അപ്പൊ നമുക്ക് പ്രോസ്പർ ആകുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പലരും ധനം അല്ലെങ്കിൽ പണത്തോട് ചേർന്നാണ് ഈ പ്രോസ്പെറിറ്റിയെ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ പ്രോസ്പെറിറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് ധനമല്ല, പണമല്ല പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വേറൊരു വാക്കിൽ ഞാൻ പറയാൻ ശ്രമിച്ചാൽ ഷാലോം എന്ന് പറയുന്ന വാക്കുകൂടി ചേർത്ത് ചിന്തിക്കാൻ പറ്റും. ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടുമല്ല, ഒരു പരിധി വരെ. എന്നാൽ അത് പ്രോസ്പർ, എല്ലായിടത്തും തികഞ്ഞവനായിരിക്കും, എല്ലാ കാര്യങ്ങളും തികവുണ്ടാകും. ആ ഒരു അവസ്ഥയ്ക്കാണ് പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞത്, പ്രോസ്പർ ആയിരിക്കാം. നമുക്ക് ദൈവവചനത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാണ്. നമ്മളെ പലരെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സാമ്പത്തികമായിട്ട് വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവർ ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയില്ല, എല്ലാ വിഷയങ്ങളും എനിക്ക് എതിരാണ്, പ്രയാസമാണ്, പ്രതികൂലമാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ സാമ്പത്തികം ഉള്ളവരെ ഒരു പരിധിവരെ നമ്മൾ കാണുമ്പോൾ അവർ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഭദ്രമായുള്ള ഒരു അവസ്ഥയുള്ളവർ, അങ്ങനെ ഒന്നും സംസാരിച്ച് നടക്കുന്നവരായിരിക്കും. നമുക്കൊരു പരിധിവരെ കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉന്നത നിലവാരമുള്ളവർ, അവരുടെ ഫ്രണ്ട് സർക്കിൾ പോലും ഒരു വിഷയം വളരെ ചെറുതായിരിക്കും. നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അവർക്ക് പണം ഉള്ളത് കൊണ്ട് അവർ സൗമ്യരായിരിക്കുന്നു, പണമില്ലാത്തത് കൊണ്ട് അവർ സൗമ്യത നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൗമ്യതയുള്ളവന് സാമ്പത്തികമായി അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ, അതായത് ഒരാളുടെ സൗമ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അകത്തുള്ള പ്രോസ്പെറിറ്റിയുടെ അടയാളമാണ്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കർത്താവിൽ സന്തോഷിപ്പിൻ എന്നൊക്കെ പറയുന്നതായ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. 4-ാമത്തെ അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇത് 5-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ
ചേർന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. അപ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന കാര്യം എന്താ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും തിരിച്ചറിയാൻ കഴിയാത്തതായ സമാധാനം കൊണ്ട് കർത്താവ്. ആർക്കും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ചു നോക്കും, ഇതെങ്ങനെയാണ്, ഇതെന്തുകൊണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇന്ന കാരണം കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്, ഇന്ന കാരണം കൊണ്ടായിരിക്കും അദ്ദേഹം സൗമ്യനായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെയും ചേർത്ത് വെച്ച് ചിന്തിക്കും. പക്ഷേ നമ്മളെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവന്റെ അകത്ത് വാഴുന്ന ദൈവിക സമാധാനം, അതായത് അതിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. പ്രോസ്പർ, സൗമ്യതയുള്ള ഒരു മനസ്സ്, പ്രോസ്പർ ആയിരിക്കുന്ന ഒരാൾ, സൗമ്യതയാണ് അകത്ത്. സൗമ്യത, അവന്റെ ഉള്ളിൽ സൗമ്യത അവനെ വാഴുക. കാരണം അവന്റെ അകത്തൊരു വലിയ സ്വസ്ഥത. എന്തുകൊണ്ടാണെന്നറിയുമോ? കർത്താവിലാണവൻ. അവനൊരു കാര്യം അറിയാം, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും എൻ്റെ ജീവിതത്തെ വളർത്തുന്നതും തളർത്തുന്നതും മനുഷ്യനല്ല, സാഹചര്യങ്ങളല്ല, പണമല്ല, ഒന്നുമല്ല, എൻ്റെ പാരമ്പര്യമല്ല. എൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നത് എനിക്ക് കർത്താവിലുള്ള ആശ്രയമാണ്. ഐ നോ ദാറ്റ് മൈ ഗോഡ് ഈസ് സ്റ്റിൽ അലൈവ് and he is able to carry me until the end, until the finishing point. കർത്താവ് അതുവരെ എന്നെ നടത്താൻ ശക്തന, എന്നെ മാനിക്കും. ശരിക്കും ഈ ദ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റി എന്ന് വേണം, നിത്യതയോളം. അപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്, അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അതെന്താണെന്നറിയാം? അവന് കർത്താവിലുള്ള ആശ്രയം. അപ്പൊ ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:5 കാണുന്നത് സൗമ്യതയുള്ളവർ ഭൂമി അവകാശം. ഈ സൗമ്യത, അതായത് ഒരു മനുഷ്യന്റെ അവന്റെ വർധനം, അവന്റെ സമൃദ്ധിയുടെ ലക്ഷണം, അടയാളം എന്ന് പറയുന്നത് പുറമെ കാണുന്ന പണവും വാഹനങ്ങളും ഒക്കെയാണ്. നിശ്ചയമായിട്ടും അതെ, അതൊക്കെ മനുഷ്യൻ അങ്ങനെ തന്നെ വിലയിരുത്തുന്നത്. പക്ഷെ അതിനപ്പുറമായ ഒരു കാര്യം, അവനെ കാണുമ്പോൾ അവനിൽ കാണുന്ന സൗമ്യത. നമ്മള് ഒരു നാടൻ ഭാഷ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇരുത്തം വന്ന സ്വഭാവം, മച്യൂർഡ് ക്യാരക്ടർ. അപ്പൊ അതെവിടുന്നാ വരുന്നത്? അതെന്റെ അകത്തുണ്ടാകുന്നത്, അതെന്റെ ഉള്ളില അകത്തുള്ളതാണ്. യെസ്, ഐ ഹാവ് എ ഗോഡ് ഹു ഈസ് ഏബിൾ ടു provide all my needs. എൻ്റെ ആവശ്യങ്ങളെ മുഴുവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ടെന്നുള്ള അസാധാരണമായ ബോധ്യം ഇന്ന് നിങ്ങളോട് ഞാൻ പറയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ എത്രത്തോളം പ്രതികൂലമോ പ്രതിസന്ധികളോ നിരാശയോ നിറഞ്ഞതായിക്കോട്ടെ, അവിടെ നിങ്ങളുടെ ഉള്ളിൽ ആഴമായി എഴുതി ഉറപ്പിച്ച് നിങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. അതിതാണ്, എനിക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു, എനിക്കൊരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്നുള്ള ബോധ്യം. യെസ്, ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ നശിച്ചു പോകത്തില്ല, 100%. ഇവിടെ പറയും നിങ്ങളുടെ സൗമ്യത. കർത്താവ് വചനത്തിൽ പറഞ്ഞു, നിന്റെ സൗമ്യത എന്നെ വലിയവനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് സൗമ്യത ഒരു സമൃദ്ധിയുള്ള വ്യക്തിയുടെ പ്രധാന ലക്ഷണമാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ സൗമ്യത ഉള്ളവൻ, തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യതയുള്ളവന് അവന് സമൃദ്ധി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ വരുമാനം കൂട്ടാനായിട്ട് ശ്രമിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചുകൂടെ റിസോഴ്സസ് കണ്ടെത്തുക. ഇതൊക്കെ നല്ല കാര്യമാണ്, ഇതൊക്കെ ചെയ്യുന്ന കാര്യം നല്ലതാണ്. നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്, തികച്ചും നല്ല കാര്യം. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് ആ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്
കർത്താവിൽ ആശ്രയിച്ചിട്ട് സൗമ്യത ഉള്ളവരായിരിക്കും. നമ്മുടെ ഹൃദയം എത്രത്തോളം കർത്താവിനോട് ചേർന്ന് 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 ചേർന്നിരിക്കുന്നു, അത്രത്തോളം നമ്മൾ സൗമ്യതയുള്ളവരാണ്. നമുക്കതിന് ദൈവവചനത്തിൽ നിന്ന് ഒരു ക്യാരക്ടർ, ഒരാളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കും. നമുക്കറിയാം, അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയായിട്ട് ദൈവം നൽകിയ ആളാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിന് ദൈവം 2 മക്കളെ നൽകി. ആ 2 മക്കളെ നമ്മൾ കാണുമ്പോൾ ഒരുവന്റെ പേര് ഏശാവ്, ഒരുവന്റെ പേര് യാക്കോബ്. എന്നാൽ അവിടെ നമുക്ക് ആ 2 പേരുടെ ക്യാരക്ടർ, 2 പേരുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദൈവം യാക്കോബും ഏശാവും ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ അവരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു: ഇളയവൻ സഹോദരന്മാരെ വാഴും. അത് കർത്താവ് കൊടുത്തൊരു വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിനേക്കാൾ ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അപ്പൊ അവിടെ പറയുന്നത് മൂത്തവൻ ഇളയവനെ സേവിക്കും, അതായത് ഇളയവൻ മൂത്തവനെ വാഴും. അതായിരുന്നു പ്രോമിസ്. പക്ഷെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. മൂത്ത ആൾക്ക് ഏശാവ് എന്ന് പേരിട്ടു, രണ്ടാമത്തവന് യാക്കോബ് എന്ന് പേരിട്ടു. യാക്കോബ് എന്ന പേര് തന്നെ ഉപായി എന്നാണ് ആ വാക്കിന്റെ. പക്ഷെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ആ പേരിന്റെ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മെ അനുഗ്രഹിക്കും എന്ന ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. കാരണം യാക്കോബിനെ അല്ല നമ്മുടെ മുമ്പിൽ മാതൃകയായി നിർത്തിയിരിക്കും. എന്നാൽ ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്ന് മാത്രം. യാക്കോബിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്: കുട്ടികൾ വളർന്നു. 27-ാം വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 25-27. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും, യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായി. ഇപ്പൊ യാക്കോബിനെ കുറിച്ച് ഇവിടെ പറയുന്നത് സാധുശീലൻ. യാക്കോബിന്റെ വിളി എന്താണ്? ജ്യേഷ്ഠനെ, സഹോദരന്മാരെ വാഴുക എന്നതായിരുന്നു യാക്കോബിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോമിസ്. അവൻ വാഴും എന്നായിരുന്നു പ്രോമിസ്. അപ്പൊ അങ്ങനെ വാഴണമെങ്കിൽ കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്മാർട്ട് ആയിരിക്കുന്ന യാക്കോബിനെ അല്ല നമ്മൾ കാണുന്നത്. സാധുശീലനായ യാക്കോബ്, സൗമ്യനായ യാക്കോബ്. ഏശാവ് വനസഞ്ചാരിയും സമർത്ഥനും. അവനെ കുറിച്ച് പറയുന്നത് അവൻ വേട്ടയിൽ സമർത്ഥനായിരുന്നു, വനസഞ്ചാരി. പക്ഷേ യാക്കോബിന് അങ്ങനെ ഗുണങ്ങളൊന്നും പറയാനില്ല. വീട്ടിലെ താമസം, അധികം സംസാരിക്കത്തൊന്നുമില്ല, വളരെ സൗമ്യൻ, സാധുശീലൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ യാക്കോബ് പിന്നത്തേതിൽ ജ്യേഷ്ഠാവകാശം ഏശാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു, ജ്യേഷ്ഠനായിട്ട്. ഏശാവ് തന്നെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു, അലസമാക്കി കളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. എന്നാല് യാക്കോബ് പിന്നീട് അമ്മയുടെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠന്റെ വസ്ത്രം ധരിച്ച് ജ്യേഷ്ഠനോട് പിതാവ് ആവശ്യപ്പെട്ട പോലെ മാംസാഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഇസഹാക്കിന് കൊണ്ടുകൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടു. ഈ അനുഗ്രഹം പ്രാപിച്ചവന് കൊടുത്ത അനുഗ്രഹം ഇതാണ്: നീ ചേട്ടന്മാരെ, സഹോദരങ്ങളെ വാഴും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളാണ് ഈ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വംശങ്ങൾ നിന്നെ സേവിക്കും, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കണം. അപ്പൊ ഈ വാഗ്ദത്തം ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അങ്ങനെ വാഗ്ദത്തം അനുഗ്രഹം പ്രാപിച്ചവനായ യാക്കോബിനെ കൊല്ലാനായിട്ട് ഏശാവ് തുനിഞ്ഞിറങ്ങി, കൊന്നുകളയുന്നു. ശരിക്കും യാക്കോബിന് ബോധ്യമുള്ളതല്ലേ ഞാൻ സഹോദരങ്ങളെ വാഴാനുള്ളത്.
എന്റെ മേൽ കിടക്കുന്ന വിളി അനുസരിച്ച് ഞാൻ പ്രഭുവായി എല്ലാവരും വാഴുവാനുള്ള വിളിയുള്ളത്. ഞാനെന്തിനാ ഏശാവിനെ പേടിക്കുന്നത്? സമൃദ്ധിയുടെ അടയാളം എന്താണെന്ന് പറയും? ഈ അനുഗ്രഹിക്കപ്പെട്ടവന്റെ അടയാളം എന്താണെന്ന് പറയും? വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്. അവൻ അറിയാം ദൈവം ഒരു വാക്ക് പറഞ്ഞു, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അതിനെ നിവർത്തിപ്പാൻ അവന് തന്നെ സാധ്യം. അതായത് ഏകനായിരുന്നു മഹാത്ഭുതങ്ങളിൽ ചെയ്യുന്നവന്. അവന്റെ വാക്ക് നിവർത്തിക്കാനായിട്ട് അവൻ ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന്. ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യം. അവൻ ഏകനായിരുന്ന കാര്യങ്ങളിൽ ചെയ്യുന്നവൻ. ആ ദൈവത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ദൈവം തന്നെ ഇസഹാക്കിലൂടെ പ്രോമിസ് ചെയ്തിരിക്കുക, നീ സഹോദരന്മാരുടെ പ്രഭുവായിരിക്കും, നീ വാഴും, നീ വംശങ്ങൾ നിന്നെ സേവിക്കും. ഈ വാക്തത്വമുള്ള യാക്കോബിന് ഒരു കാര്യം പറയാം, നിറമുള്ളവന്റെ അകത്ത് വരുന്നതാണ് സൗമ്യത. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രോസ്പർ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രോസ്പർ ആയിട്ടുണ്ട്, കുറ്റം പറയരുത്, വിമർശിക്കാൻ നിൽക്കരുത്, ലൂസ് ടോക്ക്, അതായത് അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഓരോ നാളും നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യും തോറും നിങ്ങളുടെ അകത്തു വാഴുന്ന ആഴമേറിയ സ്വസ്ഥത, ഡീപ്പ് ആഴത്തിനെ ആരായുന്ന ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന പീസ്, നിങ്ങളുടെ അകത്ത് ആ സ്വസ്ഥത വരുമ്പോൾ, നിങ്ങളുടെ അകത്ത് ആഴമേറിയ കർത്താവിന്റെ ബന്ധം വരുമ്പോൾ, ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് സൗമ്യത. ആ സൗമ്യത എന്ന് പറയുന്നത് പ്രോസ്പെറിറ്റിയുടെ അടിസ്ഥാന കാര്യം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സമൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ ഉള്ളില് സൗമ്യത. പല കാര്യങ്ങൾ കണ്ടേക്കാം, എതിർക്കാൻ, വഴക്കുണ്ടാക്കാൻ, നമ്മുടെ നീതിയും ന്യായവും ഒക്കെ പറയാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. സൗമ്യമായിട്ടും സാവധാനമായിട്ടും വഴക്കായിട്ടും ഒക്കെ കാര്യങ്ങൾ പറയാനുള്ള അതിനുള്ള റൈറ്റ് നമുക്ക് കണ്ടേക്കാം. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൽ സമൃദ്ധി പ്രാപിച്ചവരാണ്. നിങ്ങൾ ഇഫ് യു ആർ പ്രോസ്പർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ എല്ലായിടത്തും സൗമ്യത ഉള്ളവരായിരിക്കും. ഒരു പക്ഷേ ആ സൗമ്യമായിരിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷെ വില കൊടുക്കേണ്ടി വന്നേക്കാം. സൗമ്യതയിൽ നിലനിൽക്കാനായിട്ട് ഒരു പക്ഷെ നിങ്ങൾ ചിലരുടെ മുമ്പിൽ താഴ്ന്നത് പോലെ നാട്ടുകാർ, മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്ന പോലെ ഒരു പക്ഷെ നിങ്ങൾ താഴ്ന്നു വന്നേക്കാം. പക്ഷെ നിങ്ങളുടെ അകത്ത് സമൃദ്ധിയുടെ ആ വാക്തത്വം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തലകുണിക്കരുത്. ഒരിക്കലും ഒരു നാൾ. ഇവിടെ കർത്താവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിന്റെ അനുഗ്രഹം. ഈ അനുഗ്രഹിക്കപ്പെട്ടവനായ യാക്കോബ് ഏശാവ് വഴക്കുണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി. അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നില്ല, ഓടിപ്പോയി ലാബാന്റെ വീട്ടിൽ. ലാബാന്റെ വീട്ടിൽ എത്തുക എന്ന് പറയുമ്പോൾ അമ്മയുടെ അഭിപ്രായം, വാക്ക് കേട്ടാണ് യാക്കോബ് അവിടെ എത്തുന്നത്. അമ്മയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയവനായ യാക്കോബ് യാത്രാമധ്യേയും ദൈവിക ദർശനം അവനുണ്ടായി, ദൈവികമായ ഒരു ഡിവൈൻ എൻകൗണ്ടർ യാക്കോബിനുണ്ടായി. ആ യാക്കോബ് പിന്നത്തതിൽ തൻ്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ അവിടെ പാർക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ കുടുംബത്തോട് ചേർന്ന് വസിക്കത്തക്കവണ്ണം തീരുമാനമെടുക്കുന്നവനായിട്ട് മാറി. റാഹേലിനെ സ്നേഹിച്ചവനായ അവൻ റാഹേലിന് വേണ്ടി 7 വർഷം ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. 7 വർഷം. അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? 29 ഉൽപ്പത്തി 29:20. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവൻ അല്പകാലം പോലെ തോന്നി. അപ്പൊ അവിടെയും അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒരു പ്രശ്നക്കാരനായിട്ടല്ല, അവന്റെ ഹൃദയത്തിൽ സ്നേഹമുള്ളവനാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ അവൻ ചതിക്കപ്പെട്ടു. ലേയാണ് റാഹേലിന് പകരമായിട്ട് അവന് നൽകിയത്.
ഉടൻ തന്നെ അവൻ വഴക്കുണ്ടാക്കി അവിടുന്ന് ഓടിപ്പോവുകയാണ്. അവിടെ നിൽക്കുക. അപ്പോഴ് ലാബാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു പതിവില്ല, ഞങ്ങളുടെ പതിവനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തത്. നിനക്ക് റാഹേലിനെ വേണമെങ്കിൽ തരാം, പക്ഷേ അടുത്ത 7 വർഷം കൂടെ അവൾക്ക് വേണ്ടി നീ എന്നെ സേവിക്കണം. ചിന്തിച്ചു നോക്കുക, ഒരു വലിയ ചതിയല്ലേ? കാരണം യാക്കോബ് പറയുന്ന ഒരു കാര്യം, 10 വട്ടം നീ എൻ്റെ പ്രതിഫലത്തെ മാറ്റി. 10 വട്ടം. ഈ യാക്കോബ് സാധുശീലനായ യാക്കോബ് അവിടെ വഴക്കുണ്ടാക്കാൻ നിന്നില്ല. പിന്നീട് 7 വർഷം അധ്വാനിച്ച് റാഹേലിനെ അവന് ഭാര്യയായി കിട്ടി. പിന്നത്തതിൽ അവിടെ ഇവന് പ്രതിഫലമൊന്നുമില്ല. വീണ്ടും അവൻ സേവിക്കുക. എന്നാൽ അവൻ മടുത്തപ്പോൾ അവൻ വഴക്കുണ്ടാക്കുകയല്ല ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതൃഭവനത്തിലേക്ക് പോകും. അപ്പോൾ ലാബാൻ പറഞ്ഞില്ല, നീ അങ്ങനെ പോകരുത്, നീ നിമിത്തം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും, അതുകൊണ്ട് നീ പോകരുത്. ഉൽപ്പത്തി പുസ്തകത്തില് അതിൻ്റെ 30-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ലാബാൻ പറയുക, നീ നിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, അതുകൊണ്ട് പോകരുത്. അവിടെ യാക്കോബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പടിയിലെത്തുകയും പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബിന്റെ സമ്പത്ത് വർദ്ധിക്കുക, ബലമുള്ളതെല്ലാം അവനുള്ളതായി മാറിയെന്നാണ് 42-ാം വാക്യത്തിൽ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 30:42 കാണുന്നത്. അതായത് സൗമ്യതയുള്ളവന്റെ വർധനവ്. പ്രിയപ്പെട്ടവരെ, അവിടെ ലാബാന്റെ മുഖഭാവം മാറി, ലാബാന്റെ കുഞ്ഞുങ്ങളുടെ മുഖഭാവം യാക്കോബിനുള്ളത് മാറി. ഇവിടെ ഒന്നും യാക്കോബ് ഒരു വഴക്കുണ്ടാക്കുന്നവനായിട്ടോ പ്രശ്നക്കാരനായിട്ടോ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാതെ സാവധാനമായി ശാന്തതയോടെ അവിടുന്ന് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുക. ധൈര്യമില്ലാത്തത് കൊണ്ട് അവരോട് ആരോടും പറയാൻ നിന്നില്ല, പക്ഷെ അവിടുന്ന് പോകാൻ നിൽക്കുക. ഇവിടെ അവിടെ ചിന്തിച്ചു നോക്കുക, യാക്കോബിന്റെ വർധനവ്. യാക്കോബ് വർദ്ധിച്ചു. യാക്കോബ് എല്ലാ നിലകളിലും ഏശാവിനേക്കാൾ വർദ്ധിച്ചു. പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏശാവ് ആ നാട് വിട്ടുപോയി. ഏശാവ് ആ ദേശം വിട്ടുപോവുകയും പിന്നത്തതില് അവിടെ ആ ദേശത്ത് ഇവൻ വാഴുന്നൊരു സാഹചര്യം ഉണ്ടായി. യാക്കോബ് വാഴുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളായി തീർന്നു. ഇവിടെ ഒരു ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സ്വഭാവത്തെ നമ്മൾ വളർത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതാണ് സൗമ്യതയുള്ളവരാകുക. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തില് 6-ാം വാക്യം, എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗത്തെയും കാനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവിടെ ഏശാവ് തന്റെ വാഗ്ദത്തം പോലെ, യാക്കോബ് ദൈവം അവന് നൽകിയ വാഗ്ദത്തം പോലെ ആ ദേശത്ത് വാഴുന്നവനായി മാറി. ആ പിതാവിന്റെ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന വാഗ്ദത്ത ഭൂമി യാക്കോബിന്റെ അവകാശമായിട്ട് മാറി. എങ്ങനെയാണ് സൗമ്യത? പ്രിയപ്പെട്ടവരെ, അതായത് സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആണെങ്കിൽ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ സമൃദ്ധിയിൽ വാഴാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, സമൃദ്ധിയിൽ വാഴുക എന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ കർത്താവിലുള്ള സൗമ്യത, അതായത് എത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കുന്നു, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. എൻ്റെ അനുഗ്രഹത്തിന്, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ നന്മയ്ക്ക് എൻ്റെ കഠിനാധ്വാനമല്ല കാരണം, ഞാനും കർത്താവിനോടുള്ള ബന്ധം. പ്രിയപ്പെട്ട യാക്കോബ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. യാക്കോബിന് നൽകിയ മക്കൾ 12 ഗോത്രങ്ങളായിട്ട് പിരിഞ്ഞു. ആ യാക്കോബിന്റെ മക്കൾ മിസ്രൈമിൽ അടിമകളായിത്തീരുന്ന സാഹചര്യം. ആ കാലഘട്ടത്തിൽ ആ ദേശത്ത് രാജാവ് അവരെ പീഡിപ്പിക്കുന്നതോറും അവിടെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. അവരിൽ നിന്ന് അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവ് പോയപ്പോ ദൈവം പിതാവായി ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ഭൂമിയും യാക്കോബിന്റെ സന്തതിക്ക് കർത്താവ് നൽകി. ഏശാവിനെ കുറിച്ച് പിന്നത്തതിൽ കാര്യമായി പ്രതിപാദിക്കപ്പെടുന്നില്ല. അവൻ സമർത്ഥനായിട്ട് പോലും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ സാമർഥ്യമല്ല നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത്, നിങ്ങളുടെ സൗമ്യതയാണ്. നിങ്ങൾ എത്രത്തോളം സൗമ്യതയുള്ളവരാകുന്നു അത് നിങ്ങളുടെ സമൃദ്ധിയുടെ അടയാളമാണ്.
നിങ്ങൾ എത്രത്തോളം സൗമ്യതയുള്ളവരാകുന്നു അത് നിങ്ങൾ സമൃദ്ധിയുള്ളവരാകും എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്ഷമിച്ചേരെ. നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? നിങ്ങളോടൊന്ന് ക്ഷമിച്ചേരെ. അങ്ങ് വിട്ടുകൊടുക്കുക, സൗമ്യതയുള്ളവരാകുക. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നിങ്ങൾ ആമേൻ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടും. സമൃദ്ധിയുടെ ഒരു അടയാളം, സമൃദ്ധി, പണം എന്ന് പറയുന്നത് പുറമെ നമ്മൾ അനുഭവിക്കുന്ന വസ്തുവകകളാണ്. സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന സ്വസ്ഥതയാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഹല്ലേലൂയ അനുഗ്രഹത്തെ അവകാശമാക്കത്തക്ക, അനുഗ്രഹത്തിന്റെ ആമേൻ ഹല്ലേലൂയ അവകാശികളെ വാഴത്തക്കോണം നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് ആമേൻ പ്രതികരിച്ച് നമ്മൾ ഒരിക്കലും ഒരു ബഹളക്കാരായി മാറുന്നവരായിട്ടല്ല, കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അവന്റെ വാഗ്ദത്തത്തിൽ ഉറപ്പോടെ ആശ്രയിച്ച് സൗമ്യതയോടെ സ്വസ്ഥതയോടെ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നിനും മുട്ടില്ലാത്തവരായി, അതെ, ഒന്നിനും കുറവില്ലാത്തവരായി. അതാണ് കർത്താവ് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. അങ്ങനെയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കർത്താവെ ആ യഥാർത്ഥ സമൃദ്ധി, അകത്തു വരുന്ന വലിയ സൗമ്യത, അതേ കർത്താവെ, എവിടൊക്കെ അവരുടെ ജീവിതത്തിനകത്ത് സൗമ്യതയ്ക്ക് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ അത് മാറിപ്പോകട്ടെ. കർത്താവെ, ആ സമൃദ്ധിക്ക് വിരോധമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറിപ്പോകട്ടെ. ആ ദൈവകൃപയുടെ ആഴം അവർ തിരിച്ചറിയാനിടയാക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറി സ്വസ്ഥതയും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. അവരൊരു അനുഗ്രഹമായി ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് നിന്റെ വാഗ്ദത്തം പോലെ ആമേൻ അവിടെ പ്രകാശിക്കുന്നവരായി, മഹത്വത്തെ ചുമക്കുന്നവരായി തീരട്ടെ. കർത്താവ്, അവരെ കാണുമ്പോൾ ലോകം പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന്. അതുപോലെ ജനത്തെ മാനിക്കുന്നതിനാണ് സ്തോത്രം. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ആ മെസ്സേജ് എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടതും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തല്ല, സമൃദ്ധിയാണ് വലുത്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ചേർന്ന് വസിക്കുകയും ഉള്ളിൽ സമൃദ്ധി അനുഭവിക്കുകയും പുറമെ ആമേൻ എല്ലാ നന്മകളാലും നിറഞ്ഞവരായി ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളായിരിക്കുന്ന ദേശത്ത് സാക്ഷ്യമായി അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. God bless you. Amen.